ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളൊന്ന് കോട്ടയം വരെ വന്നതാണ്. അനിയന് കുറച്ച് ആവശ്യങ്ങളുണ്ട്, എനിക്കും കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ ചാടിക്കയറി പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അമ്മച്ചിനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തണ്ണീർമുക്കം ബണ്ടാണ്. ബണ്ട് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. കുമരകം വഴി കയറി പോകാമെന്ന് ഓർത്താണ്. ഇവന് കറുകച്ചാലാണ് കേട്ടോ പോകേണ്ട, കറുകച്ചാൽ. അപ്പോൾ നമ്മൾ പോണ വഴി തന്നെ കുമരകത്തിൻ്റെ അവിടെ ഒരു പയ്യൻ പന വെട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പന എന്താ ഇനി പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പനയുടെ കായ, അത് തന്നെ പനയുടെ കായ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ നമ്മളുടെ അവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി കഴിച്ചാണ്. പണ്ട് ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ, വാഗമണ് പോയ സമയത്ത് വിശ്വൻ എനിക്കിത് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ കരിക്ക് ഇളതായിരിക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 3 സൈഡും ഉണ്ട്, അതിൻ്റെ ഒരു 3 സൈഡിൽ നിന്നും 3 അല്ലി വീതം ഉണ്ട് കേട്ടോ. ഞാൻ 2 അല്ലി മേടിച്ചു, അവൻ 1 അല്ലിയും കൊടുത്തു കേട്ടോ. അവൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവൻ കളഞ്ഞു കേട്ടോ. ഇനി ചെറുതായിട്ടൊരു കയ്പുണ്ട് തൊണ്ടിന്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കോട്ടയം പോകുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. കാരണം അവിടെ കുറേ കുന്നും മലയും വെള്ളച്ചാട്ടവും നമ്മളുടെ പുഴയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇച്ചിരി മേപ്പോട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളുടെ സ്ഥലങ്ങളെന്നൊക്കെ പറയുന്നത് താഴ്ന്ന പ്രദേശമല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വേറൊരു സംഭവം നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഗൈസ് ഫ്ലോപ്പായി പോയി, ആ സാധനം അവിടെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി. ഗൂഗിൾ അമ്മച്ച് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ഒരു തെറ്റായ റൂട്ടിലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടും വേറൊരു സ്ഥലത്താണ് കൊണ്ടുപോയി നിർത്തിയത് കേട്ടോ വണ്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിനെ കാണാൻ പോവാന്ന്, അപ്പോൾ ആ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ കൂടെ പോവാണ്. ഇത് പുള്ളിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് എനിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. കപ്പയും എല്ലും കൂടി ഉള്ളത് ഇങ്ങനെ പെരട്ടി എടുക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ല് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നും കേട്ടോ. അമ്മച്ചി ഇത് അടപ്പിലൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ കുക്കറിലൊക്കെ ഇത് ഉണ്ടാക്കുന്നത്, അടപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ മണമൊക്കെ എൻ്റെ പൊന്നളിയാകൊന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാത്തതിൽ ഭയങ്കര ഖേദമുണ്ട് കേട്ടോ. പിന്നെ ഇത് അമ്മച്ചി ആ ഒരു കുഴയില്ലേ നന്നായിട്ട് കാപ്പിയുടെ വടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വടി എന്താ പറയുക, പെട്ടെന്ന് ഒടിഞ്ഞു പോകത്തില്ലെന്നാണ് അമ്മച്ചി പറയുന്നത്. അതുകൊണ്ട് നന്നായിട്ടത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ പുറകിൽ കുറേ കാപ്പിത്തോട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഗായ്സ്, കപ്പയിലും. അപ്പോൾ അനിയൻ നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും എന്താ പറയുക, ശരിക്കും വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല കേട്ടോ. അതുകൊണ്ട് ആളിങ്ങനെ മുഖം പൊത്തി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ടേസ്റ്റ് ചെയ്യുന്ന ഭാഗ്യവാൻ, എന്ത് ചെയ്യാനാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ അവരുടെ സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ കോട്ടയത്തുള്ള ആൾക്കാർ. പക്ഷെ അവരുടെ മുഖമൊന്നും കാണിക്കരുതെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് കേട്ടോ ഞാൻ കാണിക്കാഞ്ഞേ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് ടീയൊക്കെ കുടിച്ചിട്ട് കുറേ പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ നൈസായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ ഒരു വഴിയാണ് ഞങ്ങൾക്ക് ഗൂഗിൾ അമ്മച്ചി കാണിച്ചു തന്നത്. പക്ഷേ ഈ ഒരു വഴി പെട്ടെന്ന് എത്തിയിട്ടു. നമ്മൾ ഈ പാലം ഇറങ്ങിയുമ്പോൾ തന്നെ ഒരു തട്ടുകടയുണ്ട്. എൻ്റെ പൊന്നളിയാ സൂപ്പർ ഫുഡാണ് സത്യം പറയാമല്ലോ. നമ്മളുടെ നാട്ടിൽ ഫുഡ് നല്ലത് കിട്ടില്ല എന്നല്ല, പക്ഷേ ഇത് വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അവിടെ ചിക്കൻ അലൗഡ് അല്ല ഇപ്പോൾ, പക്ഷിപ്പനിയാണ് ഗൈസ്. അതുകൊണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ 2 മാസത്തോളം ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല കല്യാണത്തിൽ നിന്നെങ്കിലും അടിച്ച് കയറ്റാമെന്ന് കരുതായിരുന്നു. ഇപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മണം കേട്ടതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ പെട്ടെന്ന് തന്നെ തന്നു കേട്ടോ. അപ്പോൾ അനിയന് പൊറോട്ടയും ബീഫാണ് കഴിച്ചത്, ഞാൻ ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേവി ഒരു കൊണ്ടൊന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഗ്രേവി കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല, പക്ഷേ ഞാൻ ഒഴിച്ച പുട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് സവാളയൊന്നും ഇല്ല, എല്ലാം കൂടി എന്തോ മിക്സ് ചെയ്ത് എന്തോ ഒരു ഗ്രേവി. പക്ഷേ പൊറോട്ടയോടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി എന്ന് തോന്നണു ഞാൻ ലെഗ് പീസിൻ്റെ ആളാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെ ചെന്നാലും ലെഗ് പീസ് കിട്ടാറുണ്ട് കേട്ടോ. കല്യാണം വീട്ടിൽ ചെന്നാലും ലെഗ് പീസ് കിട്ടും. അപ്പോൾ അന്യ എന്നെ കളിയാക്കുവാണ്. എൻ്റെ പൊന്നോ സൂര്യക്ക് എവിടെ ചെന്നാലും ലെഗ് പീസ് കിട്ടും. സത്യമാണ്, റെസ്റ്റോറൻറ്റിൽ കയറിയാലും എനിക്ക് എപ്പോഴും ലെഗ് പീസ് ആയിട്ടെന്നാ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ലെഗ് പീസിൻ്റെ ആളാണ്. പിന്നെ കിട്ടിയില്ലെങ്കിൽ പരിഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഗ്രേവി ഒഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടോ ഇരുന്നിരുന്നത്. അതിനകത്ത് കുറേ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
എനിക്കിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല, കുറച്ച് തളർന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിയൊക്കെ ഒഴിച്ച് കുതിർത്തു കേട്ടോ. അതിനുശേഷം ഞാൻ കഴിച്ചു. അപ്പോൾ അനിയന് കപ്പയൊക്കെ കഴിച്ചത് കൊണ്ട് കുറച്ച് ശോകമായിരുന്നു, കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പാഴ്സൽ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്ണുവിനൊക്കെ. ഞാൻ പിന്നെ ചിക്കൻ കിട്ടിയാൽ അറിയാമല്ലോ, തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക, ഇതാണ് എൻ്റെ സ്ഥിരം ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി എന്താ പറയുക, ഒന്നും പറയണ്ട. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ബില്ലൊക്കെ കൊടുത്തിട്ട് വിഷ്ണുവിനും അമ്മക്കുള്ള പാഴ്സൽ കൂടി വാങ്ങി. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് അനിയൻ പറഞ്ഞു, എടി ഇവിടെ വണ്ടി കുറവാണ്, അപ്പോൾ നമുക്ക് 100 ലിറ്റർ വീഡിയോ എടുക്കാം, എന്നിട്ട് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ അയച്ചു തന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട്, സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇത്രയും സ്പീഡിൽ പോകണ പേടിയാണ്. ഞാൻ അവനോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത്രയും സ്പീഡിൽ പോകല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ നല്ല സ്പീഡിൽ പോയി, പിന്നെ അതുപോലെ തന്നെ കുറച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്നുള്ള കാര്യം അവനറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടെ കൂടി സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ കുറേ നല്ല നല്ല വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ സമയത്തൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ കുമരകം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുട്ട വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയും ഉണക്കച്ചെമ്മിനും വാങ്ങി അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ ബണ്ട് റോഡ് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ നമ്മളുടെ ചായവാല ഉണ്ട് കേട്ടോ. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ. അത് കാണാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണണേ, അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈറ്റിങ്ങും എല്ലാം സെറ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് ഇറക്കി കേട്ടോ. അപ്പം തന്നെ അവനക്ക് അറിയാവുന്ന ആരെയോ കണ്ടു, അങ്ങനെ അവൻ അവിടെ സംസാരിക്കാൻ വേണ്ടി പോയി. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. ഓക്കെ ഗൈസ്, ബൈ.